ഹലോ ഗൈസ്, വെൽക്കം ടു ആർക്കേഷൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്ന ഒരു വെസസ് വീഡിയോ ആണ്. നമ്മുടെ സ്പൈഡർമാൻ വെസസ് ഫ്ലാഷ് ഉറപ്പായിട്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ബാറ്റിലായിരിക്കും എന്ന് തോന്നുന്നു. സോ അപ്പം ഈ ഒരു വർഷത്തെ നമ്മുടെ ഫസ്റ്റത്തെ വെസസ് ബാറ്റിൽ വീഡിയോ ആണ്. അപ്പം വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ വീഡിയോ തുടങ്ങാം. ഇപ്പോൾ ഫസ്റ്റിനെ നമുക്ക് സ്പൈഡർമാനെ പറ്റി നോക്കാം. സോ സ്പൈഡർമാൻ റിയൽ നെയിം വന്ന് പീറ്റർ പാക്കർ എന്നാണ്. സോ റേഡിയോ ആക്റ്റീവ് സ്പൈഡർ കടിച്ചാണ് പവേഴ്സ് കിട്ടുന്നത്. ഈ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്പൈഡർമാൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഉണ്ട്. അതായത് നമ്മുടെ സ്പൈഡർമാനെ കൊണ്ട് ഏകദേശം 20 ടൺസോളം ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ബട്ട് ക്ലിയർ ആയിട്ട് എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സ്പൈഡർമാൻ വന്ന് ഉറപ്പായിട്ടും ഇതിൽ കൂടുതലും ലിഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കോമിക്സിൽ. നമ്മുടെ ഹൾക്കിൻ്റെ കൂടെയൊക്കെ 1-on-1 ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള സ്ട്രെങ്ത് ഒക്കെ സ്പൈഡർമാനുണ്ട്. സോ സ്പൈഡർമാൻ്റെ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഒരുപാട് അധികമാണ്. അതേപോലെ തന്നെ സ്പീഡുണ്ട്. നോർമൽ ഹ്യൂമനേക്കാളും ഫാസ്റ്റ് സ്പൈഡർമാനെ കൊണ്ട് ഓടാൻ പറ്റും. പിന്നെ വന്ന് ഡ്യൂറബിലിറ്റി സ്പൈഡർമാൻ്റെ ഉറപ്പായിട്ട് അധികമാണ്. ബുള്ളറ്റ് പ്രൂഫ് അല്ല, ബട്ട് ഈ ഒരു അറ്റാക്സ് ഒക്കെ സ്പൈഡർമാനെ കൊണ്ട് താങ്ങാൻ പറ്റും. ഇപ്പോൾ ഹൾക്കിൻ്റെ ഒരു പഞ്ച് വരെ സ്പൈഡർമാനെ കൊണ്ട് താങ്ങാൻ പറ്റും. അത്രയ്ക്കുള്ള ഡ്യൂറബിലിറ്റി ഉണ്ട്. പിന്നെ എജിലിറ്റി, സ്പൈഡർമാൻ്റെ എജിലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് അധികമാണ്. അതായത് ഇപ്പം മാർവലിൽ തന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒട്ടുമിക്ക സൂപ്പർ ഹീറോസിനെ എടുത്ത് നോക്കിയാലും ഈ എജിലിറ്റിയുടെ കാര്യത്തിൽ ഉറപ്പായിട്ട് സ്പൈഡർമാൻ എപ്പോഴും ടോപ്പിലായിരിക്കും. കാരണം അത്രത്തോളം ഒരു എജിലിറ്റി സ്പൈഡർമാൻ്റെ കൈവശമുണ്ട്. കൂടാതെ നമ്മുടെ സ്പൈഡർമാൻ്റെ റിഫ്ലക്സസും സെൻസസും ഒക്കെ വേറെ ലെവലിലിരിക്കും. ഈ ഒരു ബുള്ളറ്റ്സ് ഒക്കെ ഈ സൈഡ് സ്പൈഡർമാനെ കൊണ്ട് ഡോജ് ചെയ്യാൻ പറ്റും. അത്രയ്ക്കുള്ള റിഫ്ലക്സസ് ആണ് സ്പൈഡർമാനുള്ളത്. അതിൽ മെയിനായിട്ട് നമ്മുടെ സ്പൈഡർമാൻ്റെ കൈവശം സ്പൈഡർ സെൻസ് ഉണ്ട്. തനിക്ക് വരാൻ പോകുന്ന ആപത്തുകൾ മുൻകൂട്ടി തന്നെ നമ്മുടെ സ്പൈഡർമാന് അറിയാൻ കഴിയും. ഒരു 6ാം അറിവെന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ സ്പൈഡർമാൻ്റെ ആ ഒരു റിഫ്ലക്സസ് വേറെ ലെവലാണ്. കൂടാതെ വാൾ കോളിംഗ് എബിലിറ്റി ഉണ്ട്. അതായത് ഏതൊരു സർഫസിലായിരുന്നാലും നമ്മൾ സ്പൈഡർമാനെ കൊണ്ട് ഈസി ആയിട്ട് കയറാനൊക്കെ പറ്റും. ഇത് ഉറപ്പായിട്ടൊരു വേറെ ലെവലായിട്ടുള്ളൊരു പവർ തന്നെയാണ്. ഇത് മാത്രമല്ല നമ്മുടെ സ്പൈഡർമാന് ഹീലിംഗ് പവർ ഉണ്ട്. ഒരു ആക്സിലറേറ്റഡ് ഹീലിംഗ് സ്പൈഡർമാൻ ഉണ്ട്. തൻ്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇഞ്ചുറീസൊക്കെ നമ്മുടെ സ്പൈഡർമാന് പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്തെടുക്കാനൊക്കെ പറ്റും. അത്രയ്ക്കുള്ളൊരു ക്വിക്കായിട്ടുള്ളൊരു ഹീലിംഗ് പവർ സ്പൈഡർമാൻ ആക്ച്വലി ഉണ്ട്. ഇത് മാത്രമല്ല വെബ് ഷൂട്ടിംഗ്. ആക്ച്വലി ചില ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സിലുള്ള സ്പൈഡർമാനൊക്കെ ഓർഗാനിക് വെബ് ഉണ്ട്. ബട്ട് നമ്മുടെ മെയിൻ യൂണിവേഴ്സിലുള്ള സ്പൈഡർമാൻ വന്ന് വെബ് ഷൂട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വെബ് വന്ന് ഭയങ്കര സ്ട്രോങ് ആണ്. ഹൾക്ക്, ഹെർക്കുലീസ് ഇവരെ വരെ കെട്ടിയിടാനുള്ള സ്ട്രെങ്ത് സ്പൈഡർമാൻ്റെ വെബിനുണ്ട്. ഇത് മാത്രമല്ല നമ്മുടെ സ്പൈഡർമാൻ വന്ന ഒരു ജീനിയസ് ലെവൽ ഇൻ്റലക്റ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. സ്പൈഡർമാൻ്റെ ഐക്യു വന്ന് 250 എന്നാണ് പറയുന്നത്. സോ ഒരു ജീനിയസ് പേഴ്സണാണ്. കൂടാതെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിൽ സ്പൈഡർമാൻ സൂപ്പർ എന്നാണ് പറയുന്നത്. ഒരു മാസ്റ്റർ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ഫൈറ്റർ എന്നാണ് സ്പൈഡർമാനെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മുടെ സ്പൈഡർമാൻ്റെ ചില പവേഴ്സ് ആൻഡ് എബിലിറ്റീസ്. ഇത് മാത്രമല്ല നമ്മുടെ സ്പൈഡർമാൻ്റെ നല്ല ബാറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ട്. നല്ലൊരു ടാക്ടീഷ്യനും കൂടിയാണ് സ്പൈഡർമാൻ. അപ്പോൾ അടുത്തുപോലെ നമ്മുടെ ഫ്ലാഷ് ബാരി ആലൻ, ദ ഫാസ്റ്റസ്റ്റ് മാൻ അലൈവ് എന്ന് പറയും. നമ്മുടെ ബാരിക്ക് വന്നൊരു ലൈറ്റ്നിങ് സ്ട്രൈക്ക് അടിച്ച് അത് ഒക്കെ പോയി കെമിക്കലിൽ വീണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫ്ലാഷിൻ്റെ പവർ കിട്ടിയത്. സോ ഫ്ലാഷിൻ്റെ മെയിൻ പവർ എന്താണെന്ന് വെച്ചാൽ സ്പീഡാണ്. ലൈറ്റിനേക്കാളും ട്രില്യൺ മടങ്ങ് ഫാസ്റ്റിൽ നമ്മൾ ഫ്ലാഷിനെ കൊണ്ടുപോകാൻ പറ്റും. സ്പീഡാണ് ഫ്ലാഷിൻ്റെ മെയിൻ പവർ. കൂടാതെ നമ്മുടെ ഫ്ലാഷിന് വന്ന് അജിലിറ്റി ഉണ്ട്. റിഫ്ലക്സസും സെൻസസും ഫ്ലാഷിന് നന്നായിട്ടാണുള്ളത്. ഇത് മാത്രമല്ല ഫ്ലാഷിനെ കൊണ്ട് എയർ മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. കൂടാതെ ടെമ്പറേച്ചർ മാനിപ്പുലേഷൻ നമ്മുടെ ഫ്ലാഷിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മെയിൻ പവറുകൾ ഫ്ലാഷിൻ്റെ കൈവശമുണ്ട്. ഇപ്പോൾ സ്പൈഡർമാനുമായിട്ട് കമ്പയർ ചെയ്താൽ ഫ്ലാഷിന് പവേഴ്സ് അധികമാണ്. ഇത് മാത്രമല്ല ഇൻടാജിബിലിറ്റി എബിലിറ്റി നമ്മുടെ ഫ്ലാഷിൻ്റെ കൈവശമുണ്ട്. ഫേസിംഗ് എന്നൊക്കെ പറയാൻ പറ്റും. അതായത് ഒരു വസ്തുവിൽ കൂടെ പോയി വെളിയിൽ വരാൻ നമ്മുടെ ഫ്ലാഷിനെ കൊണ്ട് സിമ്പിളായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. കൂടാതെ ടൈം ട്രാവൽ പവറുണ്ട്. ആൻഡ് ഡിമെൻഷണൽ ട്രാവൽ നമ്മുടെ ഫ്ലാഷിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതായത് ഫ്ലാഷ് വിജയിച്ചാൽ ടൈം ട്രാവൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് അങ്ങനെ ചെയ്താൽ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും, അത് വേറെ കാര്യം. ബട്ട് ടൈം ട്രാവൽ, ഡിമെൻഷണൽ ട്രാവൽ പവർ ഫ്ലാഷിനുണ്ട്. കൂടാതെ എനർജി ട്രാൻസ്ഫോർമേഷൻ പവർ നമ്മുടെ ഫ്ലാഷിനുണ്ട്. ലൈറ്റ് പ്രൊജക്ഷൻ പവറുണ്ട്. ആക്സിലറേറ്റഡ് ഹീലിംഗ് നമ്മുടെ ഫ്ലാഷിനുണ്ട്. അതായത് ഫ്ലാഷിനെ കൊണ്ട് ക്വിക്കായിട്ട് ഹീൽ ചെയ്തെടുക്കാനൊക്കെ പറ്റും. ബട്ട് ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. ബട്ട് ക്വിക്കായിട്ട് ഫ്ലാഷിന് ഹീൽ ചെയ്യാൻ പറ്റും. പിന്നെ വന്ന് ഇൻഹാൻസ്ഡ് സെൻസസ് നമ്മുടെ ഫ്ലാഷിനുണ്ട്. ടൈം മാനിപ്പുലേഷൻ പവറുണ്ട്. സോണിക് ഷോക്ക് വേവ്സ് നമ്മുടെ ഫ്ലാഷിനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പവേഴ്സ് നമ്മുടെ ഫ്ലാഷിൻ്റെ കൈവശമുണ്ട്. സ്പൈഡർമാനായിട്ട് കമ്പയർ ചെയ്താൽ ഫ്ലാഷിന് പവേഴ്സ് എബിലിറ്റീസും ഒരുപാട് അധികമാണ്. ഓക്കെ, ഇനി വന്ന് നമുക്ക് ഇവരുടെ ആ ഒരു എബിലിറ്റീസൊക്കെ ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സ്ട്രെങ്തിൻ്റെ കാര്യത്തിൽ ഉറപ്പായിട്ട് സ്പൈഡർമാൻ തന്നെയാണ് ഫ്ലാഷിനേക്കാളും അധികം, അതിലൊരു കമ്പാരിസൺ വേണ്ട. സ്പീഡിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ഫ്ലാഷാണ് ഫാസ്റ്റ്. ഡ്യൂറബിലിറ്റിയിലോട്ട് വരികയാണെങ്കിൽ ഇത് സ്പൈഡർമാനാണ് അധികം. കാരണം സ്പൈഡർമാനെ കൊണ്ട് ഫ്ലാഷിനേക്കാളും എന്താ പറയുക ഒരുപാട് അറ്റാക്സ് സ്പൈഡർമാനെ കൊണ്ട് താങ്ങാൻ പറ്റും. ഫ്ലാഷിന് വന്ന് ഡ്യൂറബിലിറ്റി കുറവാണ്. പിന്നെ വന്ന് സ്റ്റാമിന ഇതൊക്കെ ഫ്ലാഷിനാണ് അധികം. അജിലിറ്റി 2 പേർക്ക് കൊണ്ടെന്ന് പറയാൻ പറ്റും. ബട്ട് സ്പൈഡർമാൻ്റെ അജിലിറ്റി കുറച്ച് ഡിഫറെൻ്റ് ആണ്, വേറെ ലെവലിലിരിക്കും. ഇത് മാത്രമല്ല റിഫ്ലക്സസ് സെൻസസ് ഇതും 2 പേർക്കും സൂപ്പർ ആയിട്ടുണ്ട്. ബട്ട് ഫ്ലാഷിൻ്റെ റിഫ്ലക്സസിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം ഫ്ലാഷ് വന്ന് ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ടായിട്ട് ബേസിക്കായിട്ട് റിഫ്ലക്സസ് ഉണ്ട്. സ്പൈഡർമാൻ്റെ റിഫ്ലക്സ് വന്ന് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയാണ്. സെൻസസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഫ്ലാഷിൻ്റെ സെൻസും സൂപ്പറാണ്. ബട്ട് സ്പൈഡർമാന് സ്പൈഡി സെൻസ് ഉണ്ട്. അത് കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ആയിട്ടുള്ള സെൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ വന്ന് ഈ ഒരു ഫൈറ്റിംഗ് സ്കിൽസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സ്പൈഡർമാനാണ് അധികം, കാരണം സ്പൈഡർമാൻ സൂപ്പറായിട്ട് ഫൈറ്റ് ചെയ്യാറ്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിലൊക്കെ സ്പൈഡർമാൻ വേറെ ലെവലാണ്. പിന്നെ വന്ന് ഹീലിംഗ് പവറിലോട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് പേർക്കും ആക്സിലറേറ്റഡ് ഹീലിംഗ് ഉണ്ട്. ബട്ട് സ്പൈഡർമാനേക്കാളും ഫ്ലാഷിൻ്റെ ഹീലിംഗ് പവർ കുറച്ച് ഫാസ്റ്റാണ്. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ബെറ്റർ ഹീലിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത് സ്പൈഡർമാൻ്റെയാണ്. കാരണം സ്പൈഡർമാൻ്റെ ഹീലിംഗ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫ്ലാഷുമായിട്ട് കമ്പയർ ചെയ്ത് തോന്നുന്നത്. ഫ്ലാഷിനേക്കാൾ സ്ലോ ആണ്, ബട്ട് എനിക്കെന്തോ സ്പൈഡർമാൻ്റെ ഹീലിംഗ് ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കൂടാതെ ഇനി ബാറ്റിൽ എക്സ്പീരിയൻസിലോട്ട് വരികയാണെങ്കിൽ ഇതും രണ്ടുപേർക്കും സൂപ്പറായിട്ടാണ് ഉള്ളത്. പിന്നെ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലും രണ്ടുപേരും ജീനിയസ് തന്നെയാണ്. ഫ്ലാഷിൻ്റെ ഐക്ക് വന്ന് 116 ആയിട്ടാണ് പറയുന്നത്. സ്പൈഡർമാൻ്റെ ഐക്ക് വന്ന് പറയേണ്ട ആവശ്യമില്ല, 250 സ്പൈഡർമാൻ്റെ ഐക്ക്. സോ രണ്ടുപേരും ഇൻ്റലിജൻസ് ആണ്, ബട്ട് സ്പൈഡർമാനാണ് കുറച്ചും കൂടെ ലീഡിങ്ങിൽ. ഇനി രണ്ടുപേരെ വീക്ക്നെസ്സിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ സ്പൈഡർമാനും ചില വീക്ക്നെസ്സുകളും കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇത്തിൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് നമ്മുടെ സ്പൈഡർമാന് വീക്ക്നെസ് ആണ്. ഇത് മാത്രമല്ല സ്പൈഡർമാൻ ഒരു ഇമ്മോർട്ടലൊന്നുമല്ല, സ്പൈഡർമാനെ കൊല്ലാൻ പറ്റും, സ്പൈഡർമാൻ്റെ ഹീലിങ്ങിന് ലിമിറ്റുണ്ട്, സ്പൈഡർമാൻ ബുള്ളറ്റ് പ്രൂഫൊന്നും അല്ല. അപ്പോൾ ഇതേപോലെ വീക്ക്നെസ്സുകൾ സ്പൈഡർമാനുണ്ട്. പിന്നെ വന്ന് നമ്മുടെ വെനം വന്ന സ്പൈഡർമാൻ്റെ സ്പൈഡി സെൻസിൻ്റെയൊക്കെ ഇമ്മ്യൂണാണ്, ബട്ട് അതിവിടെ ബാധകമല്ല. പിന്നെ ഫ്ലാഷിലോട്ട് വരികയാണെങ്കിൽ ഫ്ലാഷിന് വീക്ക്നെസ്സുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലാഷിനും ഡ്യൂറബിലിറ്റി കുറവാണ്, സ്ട്രെങ്ത്തും കുറവാണ്. അത് വേണമെങ്കിൽ ഒരു വീക്ക്നെസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അതുമാത്രമല്ല നമ്മുടെ ഫ്ലാഷിനെ ഈസി ആയിട്ട് ഡാമേജ് വരുത്താൻ പറ്റും. കൂടാതെ നമ്മുടെ ഫ്ലാഷിന് വന്ന് ഈ ഫുഡ് ആവശ്യമാണ്, അതായത് ഫ്ലാഷിൻ്റെ എനർജി പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കും ഫ്ലാഷ് ഇങ്ങനെ ഓടുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ആ ഒരു എനർജി ഫ്ലാഷിന് മെയിൻറ്റെയിൻ ചെയ്യണം, അതിനനുസരിച്ചുള്ള ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഫ്ലാഷ് വന്ന് പെട്ടെന്ന് തന്നെ വീക്കായി പോകും. ഓക്കെ, ഫൈനലായിട്ട് ആരാണ് വിന്നർ? നമ്മുടെ ഫ്ലാഷാണോ സ്പൈഡർമാനാണോ? ഇവർ തമ്മിലുള്ള ഫൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നാലും ഇത് ജയിക്കാൻ ചാൻസസ് അധികം ഫ്ലാഷിന് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ പലരും എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ ഫ്ലാഷിൻ്റെ അറ്റാക്സ് വന്ന് നമ്മുടെ സ്പൈഡർമാനെ സെൻസ് ചെയ്യാൻ പറ്റുമോ, സ്പൈഡി സെൻസ് വെച്ച് പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫ്ലാഷ് അറ്റാക്ക് ചെയ്യാൻ പോണതിന് മുമ്പേ സ്പൈഡർമാൻ സെൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അത് ഫ്ലാഷ് ഓടുന്നതിന് മുമ്പേ സെൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും ഫ്ലാഷിൻ്റെ അറ്റാക്ക് ഉറപ്പായിട്ട് സ്പൈഡർമാനെ വീഴും, കാരണം ഫ്ലാഷ് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഫാസ്റ്റാണ്. സ്പൈഡർമാനെ കൊണ്ട് മൂവ് ചെയ്യുന്നതിന് മുമ്പേ ഫ്ലാഷിൻ്റെ അടി വീഴും, കാരണം എങ്ങനെയായാലും സ്പൈഡർമാൻ ഒരു ടൈം എടുക്കും മൂവ് ആവാൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിനേക്കാളും ഫാസ്റ്റാണ് ഫ്ലാഷ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പം ആ ഫ്ലാഷിനെ കൊണ്ട് സ്പൈഡർമാനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. സ്പൈഡർമാൻ സെൻസ് ചെയ്യും, ബട്ട് അറ്റാക്ക് എന്തായാലും സ്പൈഡർമാനെ വീഴാൻ ചാൻസസ് അധികമാണ്. അപ്പോൾ ഓക്കെ, അപ്പം ഫൈനലി ആര് വിന്നർ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഫ്ലാഷാണ്, കാരണം ഫ്ലാഷിൻ്റെ കൈവശം ഒരുപാട് പവേഴ്സ് ഉണ്ട്. അഥവാ ഈ ഫൈറ്റിൽ ഫ്ലാഷ് ടോട്ടലും ടൈം ട്രാവൽ ചെയ്ത് വേണമെങ്കിൽ പയ്യനെല്ലാം ഫിക്സ് ചെയ്യും. അപ്പോൾ എങ്ങനെ നോക്കിയാലും വിന്നർ ഫ്ലാഷ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ടായില്ല, നിങ്ങൾക്ക് ഓരോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറഞ്ഞേക്കുക. ഇനി അടുത്ത ഏത് വെസസ് ബാറ്റിൽ വീഡിയോ വേണമെന്നും കമൻറ്റിൽ പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.